ബഹുജന റാലിയും അത് കഴിഞ്ഞിട്ടുള്ളൊരു ബഹുജന സമ്മേളനവുമാണ് ഈ ഓഗസ്റ്റ് 1 വൈകിട്ട് 3:30 നമ്മുടെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആരംഭിച്ചിട്ട് ലിയോ 13 സ്കൂളിൽ സമാപിക്കുന്നത്. ലിയോ 13 സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു ബഹുജന സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സബ് ഡിവിഷൻ കേന്ദ്രീകരിച്ചിട്ട് ഈ തൂഫാനുമായി ബന്ധപ്പെട്ട ചിത്രകലാ മത്സരങ്ങളും മറ്റ് ഉപന്യാസ രചനാ മത്സരങ്ങളൊക്കെ സബ് ഡിവിഷൻ ലെവലിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലുള്ള മത്സര വിജയികൾക്കൂടെയുള്ള സമ്മാന വിതരണം കൂടി ഈ ഒരു വേദിയിൽ വെച്ച് നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്ക് തൂഫാൻ വാരിയേഴ്സായിട്ട് പ്രഖ്യാപിക്കുന്നൊരു ചടങ്ങ് കൂടി ഈ ഒരു തൂഫാൻ ജാഗരൺ പ്രോഗ്രാം വെച്ച് നടത്തുന്നതാണ്. ജില്ലയിൽ ഇതുവരെ 514 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 565ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്തവർ നമ്മൾ കേസ് എടുക്കുന്നില്ലല്ലോ, നമ്മളത് SBR ആണ് കൊടുക്കുന്നത്. എങ്ങനെ ഇല്ല, റീസെൻ്റ്ലി വന്നതിന് ശേഷം അങ്ങനത്തെ കേസുകൾ നമുക്ക് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഇൻവോൾവ് ആയാലും അവർ നമ്മൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ബോധവൽക്കരണമായിട്ട് ജില്ലയിൽ ഇതുവരെ 898 ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്. ജില്ലയിൽ മൊത്തം ബോധവൽക്കരണ പരിപാടികൾ എല്ലാ സ്കൂളുകളും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തി വരുന്നുണ്ട്. മറ്റ് കൂട്ടായ്മകളും ഗ്രാമീണ കൂട്ടായ്മകളും മറ്റ് സ്പോർട്സ് സംഘങ്ങളൊക്കെ ആയിട്ട് ചേർന്നിട്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. ഗ്രാസ് റൂട്ട് ലെവൽ ഇതാണ്. ജനമൈത്രി കൂടുതൽ ശക്തമായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഏരിയാസും ബീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബീറ്റ് പോലീസിങ് കൂടുതൽ ശക്തമാക്കും. ജനങ്ങളുമായിട്ട് കൂടുതൽ ആശയവിനിമയം ഉണ്ടാകും. ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകിക്കൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ പോലീസിങ് ശക്തമാക്കണം. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ നല്ലൊരു അവയർനെസ് വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം എല്ലാ വിഭാഗങ്ങൾക്കിടയിലും നല്ല രീതിയിലുള്ള അവബോധം വന്നിട്ടുണ്ട്. ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളതും ഒരുപാട് ഇൻഫർമേഷനാണ് നമ്മുടെ ഹെൽപ്പ് ലൈനിലും മറ്റൊക്കെ ഇൻഫർമേഷൻസ് വരുന്നുണ്ട് ഇതിനെതിരെ. ഇതുവരെ ഈ ലഹരിക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ് ലഹരിക്കെതിരെ പോരാടുന്നത്. അപ്പോൾ എല്ലാവരെയും ഇതിൻ്റെ ഭാഗമായിട്ട് ചേർക്കുന്നുണ്ട്. നമ്മൾ ഓരോ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ തൂഫാൻ വാരിയേഴ്സായിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. നമ്മൾ ആയിട്ടുണ്ട്. ജില്ലയിൽ തന്നെയുള്ള ആൾക്കാരെ എടുക്കാനാണ് കൂടുതൽ പരിഗണന കൊടുത്തത്. മൊത്തം 150 നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. 150 ബാഡ്ജുകൾ നമ്മൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 150 അല്ല, തൂഫാൻ വാരിയേഴ്സിൻ്റെ ബാഡ്ജ് ഉണ്ടല്ലോ, അത്